ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉഴുന്നുവട ഉണ്ടാക്കിയതിൻ്റെയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഉഴുന്നുവട എങ്ങനെ ഉണ്ടാക്കിയത് നമുക്കൊന്ന് നോക്കാം. ഇതൊരു നല്ല ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഒരു 1.5 കപ്പ് ഉഴുന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ കഴുകി ഒരു 3-4 മണിക്കൂർ കുതിർക്കണം. അത്രയും നേരം കുതിർത്താൽ നല്ലതാണ്. ഒരു ഏകദേശം ഒരു 3.5 മണിക്കൂറായിട്ടുണ്ട്. ഞാൻ ഇനി ഇതൊന്ന് അരച്ചെടുക്കാൻ പോവാണ്. ഗ്രൈൻഡറിൽ അരയ്ക്കുവാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്, അല്ലെങ്കിൽ മിക്സഡ് ജാറിലിട്ട് അരച്ചാലും മതി. പക്ഷേ വെള്ളം കൂടിപ്പോകരുത്, നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അതുപോലെ തന്നെ വെള്ളം വല്ല സ്പൂൺ കൊണ്ടും എല്ലാം കുറേശ്ശെ ഒഴിച്ച് ഇടയ്ക്ക് ഇളക്കിയിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാൻ. അങ്ങനെ അരച്ചതിന് ശേഷം ഒരു ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ ബീറ്റർ കൊണ്ടോ ഇത് നല്ലതുപോലെ ഒന്നുകൂടെ ബീറ്റ് ചെയ്യുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള ഉഴുന്നുവട നമുക്ക് കിട്ടും. ഇനി ഇതിന് ചേർക്കാനായിട്ട് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് പച്ചമുളക്, എരിവനുസരിച്ച് പച്ചമുളക് എടുക്കുക. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, അതെല്ലാം നല്ല ഫൈനായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇനി നമ്മുടെ ഈ മാവിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് കൂടി ചേർക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഓരോന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. നമ്മുടെ എരിവിനനുസരിച്ച് നമ്മൾ ചേർക്കുക. ഇനി ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്, അതും ചെറുതായിട്ട് അരിഞ്ഞൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. കൈ കൊണ്ട് ഒന്നുകൂടെ മിക്സ് ചെയ്താൽ മതി. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒത്തിരി നേരം വെക്കുകയൊന്നും വേണ്ട, ഇനി ഉടനെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു പാനിൻ്റെ അകത്ത് എണ്ണ ഒഴിച്ചത് എണ്ണ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് ഈ ഉഴുന്നുവട ഉണ്ടാക്കിയിടാം. അപ്പോൾ ആദ്യം ഈ ഉഴുന്നുവട ഉണ്ടാക്കുന്നതിന് നമ്മുടെ കൈ ഒന്ന് നന്നായിട്ട് കഴുകി ഒരു വെള്ളമയം വേണം, ഇതുപോലെ ഉരുട്ടിയിട്ട് ഒരു ഹോളിടുക. ഇത് നമുക്ക് ഈ തിളച്ച എണ്ണയിലേക്കിട്ട് വറുത്ത് കോരിയെടുക്കാം. തീ ഒത്തിരി കൂടി പോകണ്ട. ഒന്ന് ഉരുട്ടി ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് അതിൻ്റെ നടുക്ക് ഹോളിടുക. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എണ്ണയിൽ മുങ്ങി കിടക്കണം. അപ്പം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേന് നമുക്കിത് കോരിയെടുക്കാം. ഇനി ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കാം. പക്ഷേ കൈ നമ്മൾ ഓരോ പ്രാവശ്യം ഉഴുന്നുവട നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് ഇട്ടതിന് ശേഷം വീണ്ടും ഒന്ന് കൈ കഴുകണം. അപ്പോൾ ആ വെള്ളമയം ഉണ്ടെങ്കിൽ കയ്യെ ഉഴുന്ന് പറ്റി പിടിക്കില്ല. അങ്ങനെ നമ്മുടെ ഉഴുന്നുവട എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവടയാണ്.